നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 3 കമ്പനികളിലെ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ISROയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഡിഗ്രിക്കാരെയും ഡിപ്ലോമക്കാർക്കും ഒക്കെ ISROയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. അത് അപേക്ഷ കാത്തിരിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് വോക്കിൻ ചെയ്ത് എത്താവുന്ന 90ഓളം അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ടെക്നോ പാർക്ക് ഇൻഫോപാർക്ക് കമ്പനി ലഭ്യമാക്കിയിരിക്കുന്ന അവസരങ്ങൾ. അതുകൂടാതെ വിപ്രോ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ടോപ്പ് ഒരു കമ്പനിയിലെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള 3 റിക്രൂട്ട്മെന്റുകൾ, അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം വിപ്രോയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ചെന്നൈയിലേക്ക് ട്രെയിനി റോളുകളിലേക്കാണ് വിപ്രോ ഹയർ ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഓർക്കുക. ഈ പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനികൾ പലതിൻ്റെയും റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ വിപ്രോയുടെ ഈ പറയുന്ന വേക്കൻസികൾ ബിടെക് MCAക്കാർക്കാണെങ്കിൽ വിപ്രോയിൽ തന്നെ BSc BCAക്കാർക്കൊക്കെയുള്ള ഹയറിംഗ് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതുകൂടാതെ TCSൽ അത് പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, 2026 പാസ് ഔട്ട് ആവുന്നവർക്ക് പോലും BSc BCAക്കാരുടെയൊക്കെ ഹയറിംഗ് നടക്കുന്നുണ്ട്. കൊഗ്നിസെന്റിലേക്ക് പല കോഴ്സ് കഴിഞ്ഞവരെ എഞ്ചിനീയേഴ്സിനെ നോൺ എഞ്ചിനീയേഴ്സിന്റെ ഹയറിംഗ് നടക്കുന്നുണ്ട്. ആക്സെഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക്, അല്ലെ HCL ടെക്കിലേക്ക്, ഇങ്ങനെയുള്ള പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനികളിൽ പലതിലും ഹയറിംഗ് നടക്കുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നൽകിയിരുന്നു. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്, ഈ ചാനലിൽ പോയി തന്നെ. ഏതായാലും നമുക്ക് ആദ്യം ഈ വിപ്രോയിലെ ഈ ട്രെയിനി ചെന്നൈയിലേക്കുള്ള ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഇവർ ഈ ജോലിയുടെ ഒരു സ്വഭാവം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കോൺഫിഗറിംഗ് ആൻഡ് ടെസ്റ്റിംഗ് വിപ്രോ പ്രൊപ്രൈറ്ററി ടോട്ടൽ ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം. അപ്പോൾ ഒരു ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളാണ് കോൺഫിഗറേഷൻ ആൻഡ് ടെസ്റ്റിംഗ്. ഇനി ആരെയായിരിക്കും ട്രെയിനി ആയിട്ടാണ് എടുക്കുക, ആരെയായിരിക്കും ഹയർ ചെയ്യുക? ബിടെക്കുകാര് അല്ലെ MCAക്കാര്, പ്രത്യേകിച്ച് 2024ലും 2025ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അവസരമുള്ളത്. അവർക്ക് 12 മന്ത്സിന്റെ ഒരു സർവീസ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. അതായത് ബോണ്ട് പോലെ 1 ഇയറിനുള്ളിൽ ചാടി പോകല് എന്നതിനൊരു ബോണ്ട് പോലെ ഇവരെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഷിഫ്റ്റ് ടൈമിങ്സിൽ നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ, പ്രത്യേകിച്ച് രാത്രി 5:30 ഈവനിങ് 5:30 മുതൽ രാത്രി 3 മണി വരെയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ബിടെക് MCAക്കാര് 24ലും 25ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് വിപ്രോയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഒക്കെ ചെന്നൈയിൽ വിപ്രോയുടെ ഓഫീസിൽ വെച്ച് ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്താണ് ഫൈനൽ സെലക്ഷൻ നടത്തുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം 24-25 വർഷങ്ങളിൽ ബിടെക് MCA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് ഇവർ 2-3 കാര്യങ്ങൾ ടെക്നിക്കൽ സ്കില്ല് സൂചിപ്പിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ SDLC ഒക്കെ അറിയണം. അതേപോലെ തന്നെ SQL ക്വറീസ്, അങ്ങനത്തെ ചില ബേസിക് ഒക്കെ കാര്യങ്ങൾ അറിയണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കമ്പനികളും പറയുന്ന പോലെ തന്നെ എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഓറൽ ആൻഡ് റിട്ടൺ, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. അവിടെ പോയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇങ്ങനെ ഒരു ഫോം നൽകിയിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് വേണം ഇതിന് അപേക്ഷിക്കുവാനായിട്ട്. ഇനി നമുക്ക് ISROയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലിരുന്നുള്ള ജോലി അവസരങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാം. നാം അറിയുന്നത് പോലെ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ കീഴിൽ അല്ലെങ്കിൽ ISROയുടെ കീഴിലുള്ള നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, VSSC എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇവിടേക്കാണ് ഈ ഒരു ഹയറിങ് നടക്കുന്നത്. ഇതിന് നോട്ടിഫിക്കേഷൻ വന്നത് 9-ാം തീയതി ഡിസംബറിലാണ്. അപ്പോൾ നോക്കുക, ഇവിടെ സെലക്ഷൻ നടക്കുന്നത് ഗ്രാജുവേറ്റ് ആൻഡ് ടെക്നീഷ്യൻ അപ്രന്റീസ്, ഈ 2 തസ്തികകളിലേക്കാണ്. ഗ്രാജുവേറ്റ്, അതേപോലെ ടെക്നീഷ്യൻ അപ്രന്റീസ്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, ഇതൊരു പെർമനന്റ് ജോലിയല്ല, മറിച്ച് ഒരു അപ്രന്റീസ് അവസരമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ നൽകിയിട്ടുണ്ട്. സ്റ്റൈഫൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. അതിൽ ഈ ഡിപ്ലോമക്കാർക്ക് 8,000 രൂപ, അവരെ ടെക്നീഷ്യൻ അപ്രന്റീസ് എന്നാണ് വിളിക്കുന്നത്, 8,000 രൂപ. ഡിഗ്രിക്കാർക്ക് 9,000 രൂപ, ഗ്രാജുവേറ്റ് അപ്രന്റീസ് എന്നാണ് വിളിക്കുക. ഇതായിരിക്കും അവരുടെ സ്റ്റൈഫൻഡ്. ഇതിന് നിങ്ങൾ അപേക്ഷ കാത്തിരിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് വോക്കിൻ ഇന്റർവ്യൂ നടക്കുന്നത് 29-ാം തീയതി ഡിസംബർ, അതായത് തിങ്കളാഴ്ച 9:30ക്കും 5 മണിക്കും ഇടയ്ക്കായിട്ട് ഈ തിരുവനന്തപുരത്ത് VSSCയുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അത് ഈ വേളി പള്ളിയുണ്ട്, വേളിയിലാണല്ലോ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ അവിടെ വേളി പള്ളിയുടെ അടുത്ത് VSSC ഗസ്റ്റ് ഹൗസ് ATF ഏരിയ, അവിടെയാണ് വോക്കിൻ ചെയ്യേണ്ടത്.
അപ്പം ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. എത്ര അവസരം ഉണ്ട് ആ കാര്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾ 1-2 കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. അതാ ഇവിടെ ഇവർ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അക്വയർഡ് ഡിഗ്രി ഓർ ഡിപ്ലോമ ബിഫോർ 2021 ഏപ്രിൽ അങ്ങനെയുള്ളവർ അപ്ലൈ ചെയ്യേണ്ട. അതായത് 2021 ശേഷം പാസ് ഔട്ട് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ 2021 പാസ് ഔട്ട് ആയിട്ടുള്ളവർ 22, 23, 24, 25 വർഷങ്ങളിലൊക്കെ പാസ്സായിട്ടുള്ളവർക്കുള്ളതായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം ഈ അപ്രൻറ്റിസിന് 5 വർഷത്തിൽ കൂടുതൽ പാസ്സായിട്ടായിട്ടുള്ളവർ അപ്ലൈ ചെയ്യേണ്ട എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ ദോസ് ഹു ആർ അപ്പിയറിംഗ് ഫോർ ഫൈനൽ ഇയർ എക്സാം ഓർ റിസൾട്ട് അവൈറ്റിംഗ് അങ്ങനെയുള്ളവരും അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ജനറൽ സ്ട്രീമിൽ, അതായത് ഗ്രാജുവേറ്റ് ആ ഒരു തസ്തികയിലേക്ക് ഇതാ നോക്കുക, ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർ, അതായത് BSc, BCom, BA, BBA, BCA അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഡിഗ്രി ഉള്ള 60% മാർക്ക് അല്ലെങ്കിൽ 6.32 CGPA ഉള്ളവർക്കായിരിക്കും ഈ നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ജനറൽ സ്ട്രീമിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. 23 ഒഴിവുകളായിരിക്കും ഉള്ളത്. ട്രെയിനിങ് വിൽ ബി ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് സച്ച് ആസ് അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ്, അക്കൗണ്ട്സ്, പർച്ചേസിങ് ഇങ്ങനെയുള്ള മേഖലകളിലായിരിക്കും ഈ അപ്രൻറ്റീസായിട്ട് ജോലി ചെയ്യുവാനായിട്ട് കഴിയുക. ഇനി ഡിപ്ലോമക്കാർക്ക് 67 ഒഴിവുകളുണ്ട്. അത് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് കഴിഞ്ഞവർക്കാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ നേടിയിരിക്കണം, 3 ഇയർ. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുക. ഇവിടെ മാർക്കോ കാര്യങ്ങളോ ഒന്നും സൂചിപ്പിക്കുന്നില്ല. ഇന്ത്യൻ നാഷണൽസ് മാത്രമായിരിക്കും അവസരം. ഏജ് 28 വയസ്സ് വരെയാണ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ. OBC 31, SC 33, ST 33. പിന്നെ അംഗവൈകല്യമുള്ളവർക്ക് കൂടുതൽ ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 31/12/2025 പ്രകാരമായിരിക്കും. ഇനി ബാക്കി ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ക്യാൻറ്റീൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആർ അഡ്മിസിബിൾ. ക്യാൻറ്റീൻ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റികളൊക്കെ ലഭ്യമാവും. എന്നാൽ അക്കോമഡേഷൻ നമ്മൾ തന്നെ കണ്ടെത്തണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അവർക്ക് ഈ അപ്രന്റീസ് ട്രെയിനിങ്ങിൻ്റെ ഒരു വലിയ ഗുണം, നമുക്ക് ഈ സമയത്തുള്ള നമ്മുടെ ഈ ഒരു അപ്രന്റീസ് ആയിട്ടുള്ള പ്രവർത്തനം എക്സ്പീരിയൻസ് ആയിട്ട് പലപ്പോഴും കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു വെയിറ്റേജ് ഭാവിയിൽ ജോലിക്കൊക്കെ എവിടെയാണെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് എന്നറിയുക. അപ്പോൾ ഓർക്കുക, ഇതിന് നിങ്ങൾ അപേക്ഷിച്ച് കാത്തിരിക്കുകയൊന്നും വേണ്ട. 29-ാം തീയതി വോക്ക് ഇൻ ചെയ്ത് എത്താവുന്ന അവസരങ്ങളാണ്. അന്നത്തെ ദിവസം നിങ്ങളുടെ സെലക്ഷൻ എങ്ങനെയാണെന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് നിങ്ങളുടെ ബേസ്ഡ് ഓൺ ദ ഹയസ്റ്റ് മാർക്സ് സ്കോർഡ് ബൈ ദ കാൻഡിഡേറ്റ് ഇൻ റെലവൻറ്റ് എക്സാമിനേഷൻ. അതായത് ഡിഗ്രിയും ഡിപ്ലോമയ്ക്കൊക്കെ നിങ്ങൾക്ക് നേടിയിരിക്കുന്ന മാർക്കിൻ്റെ ഒക്കെ ബേസിസിലായിരിക്കും സെലക്ഷൻ നടത്തുക. അപ്പോൾ ബാക്കി അവിടെ ഇതിൻ്റെ ഫോമിൻ്റെ ഒക്കെ ഫോർമാറ്റ് ഇവിടെയുണ്ട്. അപ്പോൾ ഓർക്കുക, 29-ാം തീയതി നടക്കുന്ന വോക്ക് ഇൻ ഇൻ്റർവ്യൂ തിങ്കളാഴ്ച VSSC തിരുവനന്തപുരം. അതിലേക്ക് ഡിഗ്രിക്കാർക്കും ഡിപ്ലോമക്കാർക്കും ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പോൾ നോക്കുക, ഈ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഈ ഒരു അവസരം ഇത് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലും കൊച്ചി ഇൻഫോ പാർക്കിലും ഒക്കെ പ്രവർത്തനമുള്ള ആബാസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവർ ഇവിടെ എഴുതിയിട്ടുണ്ട്, വർക്ക് ഫ്രം ഹോം ജോബ് ഓപ്പർച്യൂണിറ്റി. പബ്ലിക് സർവേ എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലായിരിക്കും അവസരങ്ങളുള്ളത്. അതായത് ആ പേരിൽ തന്നെയുണ്ട് സർവേ നടത്തുക എന്നുള്ളതാണ്. ഒരു താഴെ നൽകിയിട്ടുണ്ട്, കണ്ടക്ട് സ്ട്രക്ചേർഡ് സർവേസ് ത്രൂ ഔട്ട് ബൗണ്ട് കോളിംഗ്. അതായത് ഇവർ പറയുന്ന ക്ലയൻസിനെ വിളിച്ചിട്ട് ഫോണിലൂടെ അവരുടെ സർവേ നടത്തുക എന്നുള്ളതാണ് ജോലി. അപ്പോൾ അത് മലയാളത്തിലൊക്കെ നടത്തിയാൽ, അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണമെന്ന് സൂചിപ്പിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റണം. ഫ്രഷേഴ്സിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആബാസോഫ്റ്റിൽ ലഭ്യമായിരിക്കുന്ന പബ്ലിക് സർവേ എക്സിക്യൂട്ടീവ് എന്നുള്ള വീട്ടിലിരുന്ന് ചെയ്യാവുന്ന അവസരമാണ് ഞാൻ മൂന്നാമത് സൂചിപ്പിച്ചത്. ഈ 3 ജോലികളുടെയും ഡീറ്റെയിൽസ് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് ആബാസോഫ്റ്റ് എന്നോ അല്ലെങ്കിൽ വിപ്രോ എന്നോ അതല്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ച VSSC എന്നോ സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. മറ്റ് കമ്പനികൾ ഇപ്പം ഞാൻ സൂചിപ്പിച്ചു, കോഗ്നിസന്റ് അല്ലെങ്കിൽ HCL Tech, TCS, Accenture, ഈ കമ്പനികളുടെ ഒക്കെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസും jobsbridge.com എന്ന സൈറ്റിലുണ്ട്. അല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ച 3 കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പോൾ ഏതായാലും ഞാൻ കണ്ടെത്തിയ ചില അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ഇതിൻ്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാൻ. അതായത് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഒട്ടനവധി തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാം. കൂടുതൽ തൊഴിലുകളൊക്കെ നിങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയൊക്കെ അത് മനസ്സിലാക്കാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.